ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നറൂട്ടോ സീരീസിലെ ഹിനാട്ടയെ പറ്റിയും ഹിനാട്ട എന്തുകൊണ്ട് നറൂട്ടോയെ ഇഷ്ടപ്പെട്ടു എന്നും ഇവരുടെ ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പിൽ ലൈക്കും ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ പിന്നെ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഹിനാട്ടയുടെ ചെറുപ്പത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആരോടും കൂടുതൽ സംസാരിക്കാത്ത, മറ്റുള്ളവരുമായി ഒരു വഴക്കിനും പോകാതെ ആരോടും ദേഷ്യമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു ഹിനാട്ട. അതുകൊണ്ട് തന്നെ ഹിനാട്ട മറ്റുള്ളവരുടെ മുന്നിൽ കുറച്ച് വീക്കാണ്. ഇങ്ങനെ ഹിനാട്ട വീക്കായത് കൊണ്ട് തന്നെ ഹിനാട്ടയുടെ ഫാദറിന് ഹിനാട്ടയെ ഇഷ്ടമല്ല. കാരണം ഹ്യൂഗ ക്ലാനിന്റെ ലീഡറാണ് നമ്മുടെ ഹിനാട്ടയുടെ ഫാദർ. ഇവരുടെ തലമുറ കഴിഞ്ഞ് അടുത്ത ലീഡർ ആകേണ്ട ഒരാളാണ് നമ്മുടെ ഹിനാട്ട. എന്നാൽ ഇങ്ങനെ സോഫ്റ്റായി നിൽക്കുന്ന നമ്മുടെ ഹിനാട്ടയ്ക്ക് എങ്ങനെ ഈ ഒരു ഹ്യൂഗ ക്ലാനിന്റെ ലീഡറായി മാറാൻ സാധിക്കും? അതുകൊണ്ട് ഹിനാട്ടയുടെ ഫാദർ ആണെങ്കിൽ അവൾക്ക് ട്രെയിനിങ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതും ഹിനാട്ടയുടെ കൂടെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ നെജിയാണ്. നെജിയെ പറ്റി ഞാനിവിടെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നെജിയുടെ പവേഴ്സും സ്കിൽസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഹിനാട്ടയ്ക്ക് അതിന്റെ പകുതി പോലും എത്താൻ സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ നെജിക്കാണെങ്കിൽ ഹിനാട്ടയുടെ കൂടെ ട്രെയിനിങ് ചെയ്യാൻ തീരെ താല്പര്യവുമില്ല. അങ്ങനെ ഹിനാട്ടയുടെ ഫാദറിന് മനസ്സിലാകും ഹിനാട്ട നല്ലതുപോലെ വീക്കാണെന്ന്. അങ്ങനെ ഹിനാട്ടയുടെ ഫാദർ ആണെങ്കിൽ ഹിനാട്ടയുടെ സിസ്റ്റർ ആയിട്ടുള്ള ഹനബിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറയും. എന്നാൽ നമ്മുടെ ഹിനാട്ടയ്ക്കാണെങ്കിൽ തന്റെ സഹോദരിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ തീരെ താല്പര്യം ഉണ്ടാകില്ല. അവൾ മനഃപൂർവ്വം ആ ഒരു ഫൈറ്റിൽ ഡിഫീറ്റ് ആകുന്നു. അങ്ങനെ ഹിനാട്ടയുടെ ഫാദർ ആണെങ്കിൽ ഹനബിയെ അടുത്ത ഹ്യൂഗ ക്ലാനിന്റെ ലീഡർ ആകാനും തീരുമാനിക്കുന്നു. അങ്ങനെ ഇതൊക്കെ കാണുന്ന നമ്മുടെ ഹിനാട്ടയാണെങ്കിൽ തനിക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എനിക്കൊരിക്കലും മറ്റുള്ളവരെ പോലെ ശക്തരാകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാടധികം സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഹിനാട്ട ലൈഫിൽ ഒരാളെ കണ്ടുമുട്ടുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ നറൂട്ടോ ഉസുമാക്കിയാണ്. ചെറിയൊരു വിഷയമാണെങ്കിൽ പോലും ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാത്ത ഒരാളാണ് നമ്മുടെ നറൂട്ടോ. നറൂട്ടോക്ക് ചെറുപ്പത്തിൽ നല്ലതെന്നും മോശമെന്നും പറഞ്ഞു കൊടുക്കാൻ ആരും തന്നെ ഇല്ലെങ്കിലും അവൻ ആ ഒരു ചെറു പ്രായത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുത്തിരുന്നു. ആ ഒരു സ്വഭാവത്തിൽ തന്നെ നമ്മുടെ ഹിനാട്ടയ്ക്കാണെങ്കിൽ നറൂട്ടോയുടെ മേൽ ഒരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നീട് സീരീസിൽ ഹിനാട്ട വാസസ് നെജി എന്ന ഫൈറ്റ് നടക്കുന്ന സമയത്ത് നെജിക്ക് ഹിനാട്ടയുടെ മേൽ അത്രയധികം ദേഷ്യമുണ്ടായിരുന്നു. ആ ഒരു ഫൈറ്റിൽ മനഃപൂർവ്വം ഹിനാട്ടയെ പരിക്കേൽപ്പിക്കുന്ന രീതിയിൽ അടിച്ചു വീക്കാക്കി കൊല്ലാൻ തന്നെ നമ്മുടെ നെജി ശ്രമിച്ചിരുന്നു. എന്നാൽ ഇത് കാണുന്ന നറൂട്ടോ ആണെങ്കിൽ വെറുതെ വിടില്ല. ഇതിനൊക്കെ ഞാൻ പകരം വീട്ടുമെന്ന് പറഞ്ഞ് നറൂട്ടോ വാസസ് നെജി എന്ന ഫൈറ്റിൽ നറൂട്ടോ ആണെങ്കിൽ നെജിയെ പൂർണ്ണമായും ഡിഫീറ്റ് ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷമാണ് നെജി ഒരു നല്ല ക്യാരക്ടറായി മാറുകയും നെജി തന്നെ നമ്മുടെ ഹിനാട്ടയ്ക്ക് ട്രെയിനിങ് ചെയ്യിപ്പിക്കുകയും നമ്മുടെ നെജി ഒരു സ്വന്തം സിസ്റ്ററെ പോലെ ഹിനാട്ടയെ കാണുകയും ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ കാരണം സത്യം പറഞ്ഞാൽ നമ്മുടെ നറൂട്ടോ ആണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഹിനാട്ടയ്ക്കാണെങ്കിൽ അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹിനാട്ടയാണെങ്കിൽ നറൂട്ടോയ്ക്ക് എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് എപ്പോഴും അവന്റെ കൂടെ അവൻ അറിയാതെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതായത് ഹിനാട്ടയ്ക്ക് പറ്റാവുന്നത് പോലെ നറൂട്ടോയെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നു. ആ ഒരു എക്സാം നടക്കുന്ന സമയത്ത് നറൂട്ടോ ചെറുതായി ഒന്ന് ഇഞ്ചേർഡ് ആകുന്ന സമയത്ത് തന്റെ കയ്യിലുണ്ടായ ആ ഒരു മരുന്ന് നറൂട്ടോയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെയിൻ ലീഫ് വില്ലേജ് അറ്റാക്ക് ചെയ്യാൻ വന്ന ആ ഒരു സമയത്ത് നറൂട്ടോ ഒറ്റയ്ക്കാണ് ആ ഒരു പെയിനെയൊക്കെ നേരിട്ടത്. അങ്ങനെ മറ്റുള്ള എല്ലാ പെയിനെയും ഡിഫീറ്റ് ചെയ്തപ്പോഴും നമ്മുടെ നറൂട്ടോ യാഹിക്കോ പെയിന്റെ മുന്നിൽ പെട്ടുപോകുന്നുണ്ട്. ഈ സമയം നമ്മുടെ നറൂട്ടോയെ രക്ഷപ്പെടുത്താൻ മറ്റാരും വരികയില്ല. അതിന്റെ കാരണം നമ്മുടെ നറൂട്ടോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫൈറ്റിനിടയിൽ ആരും വരരുത് എന്ന് നമ്മുടെ നറൂട്ടോ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം പെയിൻ അത്രയധികം ശക്തനാണ്, പെയിന്റെ മുന്നിൽ ആർക്കും അങ്ങനെ പിടിച്ചു നിൽക്കാനും സാധിക്കില്ല. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ നറൂട്ടോയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹിനാട്ട വരുന്നത്. ഹിനാട്ടയ്ക്ക് ഇവിടെ നല്ലതുപോലെ അറിയാം പെയിനിന്റെ മുന്നിൽ തനിക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. എന്നിരുന്നാലും തന്റെ ജീവൻ പോലും വകവയ്ക്കാതെ നറൂട്ടോയെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആ ഒരൊറ്റ മൈൻഡിലാണ് ഹിനാട്ട പെയിന്റെ മുന്നിൽ എത്തുന്നത്. അങ്ങനെ നമ്മുടെ പെയിൻ എന്ത് ചെയ്യും, നമ്മുടെ ഹിനാട്ടയെ എടുത്ത് എറിഞ്ഞ് അവളും മരണത്തിന് മുന്നിൽ എത്തുന്നു. ഇത് കാണുന്ന നറൂട്ടോയ്ക്കാണെങ്കിൽ സഹിക്കാനാകാതെ മുഴുവനായും ആ ഒരു 9 tail ബീസ്റ്റ് ഫോമിലേക്ക് മാറി നമ്മുടെ പെയിനിനെയും ഇല്ലാതാക്കുന്നുണ്ട്. അതിനുശേഷമാണ് ലീഫ് വില്ലേജിലെ ആൾക്കാർ നറൂട്ടോയെ ഒരു ഹീറോ ആയിട്ട് കാണാൻ വേണ്ടി തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ നറൂട്ടോയെ നമ്മുടെ പെയിൻ ഡിഫീറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഹിനാട്ടയും തന്നെയാണ്. ഹിനാട്ട വന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നറൂട്ടോയ്ക്ക് പെയിനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയണമെന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ 4th grade നിഞ്ച വാർ എടുത്തു കഴിഞ്ഞാലും ആ ഒരു 10 tail നമ്മുടെ നറൂട്ടോയുടെ മേൽ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആ ഒരു സമയത്ത് നറൂട്ടോയ്ക്ക് മുന്നിലായി നമ്മുടെ ഹിനാട്ട ചാടി വരുന്നുണ്ട്. അങ്ങനെ ആ അറ്റാക്ക് അവൾക്ക് കൊള്ളുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവളുടെയും പുറകിലായി നമ്മുടെ നെജി വരികയും നെജിയുടെ മേൽ ആ ഒരു അറ്റാക്ക് കൊണ്ട് നമ്മുടെ നെജി മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നെജി അവിടെ വന്നിട്ടില്ലെങ്കിൽ ഹിനാട്ട എന്തായാലും അവിടെ മരിച്ചു പോകുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാ ഷിനോബീസിനും ആ ഒരു ഇൻഫിനിറ്റി സുക്യോമി എന്ന ഗിൻജിറ്റ്സുവിൽ പെട്ടുപോകുമ്പോൾ ആ സമയത്ത് പോലും നറൂട്ടോയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും എന്ന രീതിയിലാണ് നമുക്കിവിടെ കാണിച്ചു തന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിനാട്ട തന്നെ സ്നേഹിക്കുന്ന കാര്യം നറൂട്ടോയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അതിനുശേഷം നറൂട്ടോയുടെ ഒരു ലാസ്റ്റ് മൂവി ഉണ്ട്. അതിലാണ് നമ്മുടെ നറൂട്ടോയ്ക്ക് ഹിനാട്ട തന്നെ അത്രത്തോളം സ്നേഹിച്ചതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അങ്ങനെ അത് മനസ്സിലായ ശേഷം നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ ഹിനാട്ടയെ ട്രൂ ആയി സ്നേഹിക്കുകയും രണ്ടുപേരും സീരീസിന്റെ അവസാനം
അവസാനം കല്യാണം കഴിക്കുകയും ചെയ്യുന്നു. പിന്നീട് ബൊറൂട്ടോ സീരീസിൽ അവരൊരു ഫാമിലി ആയിട്ട് ജീവിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും ഷോർട്ടായി ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹിനാട്ട അതുപോലെ തന്നെ നറൂട്ടോയുടെ ലവ് സ്റ്റോറി. അപ്പോൾ ഇവരെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.